ഹലോ, ഞാൻ മാഗി ഫ്രം റോ. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞാനിന്ന് നിങ്ങളെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവലിംഗ് നൈസ് ആൻഡ് ഈസി ആൻഡ് കംഫി ആക്കാൻ പോവുകയാണ് കേട്ടോ. ഇഷ്ടമാണോ ട്രാവൽ ചെയ്യാൻ? ഞാനൊരു വ്ലോഗ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടോ അല്ല ഈ വ്ലോഗ് ചെയ്യുന്നത്. ഞാൻ 11 വർഷമായിട്ട് ടൂറിസം ഫീൽഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കാം. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻ്റ് ID-യുടെ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ സിറ്റിസൺ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവാലിഡിറ്റി സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം ഒരു കളർ ഫോട്ടോ കാപ്പി നമ്മൾ കയ്യിൽ കൊണ്ടുപോയി നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് ഹോട്ടലിൽ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഈ കളർ ഫോട്ടോ കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുറച്ച് മെഡിസിൻസ് കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, പനിക്കുള്ള മെഡിസിൻസ്. പിന്നെ ഈ ആദ്യമായിട്ടൊക്കെ ഫ്ലൈറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് അതിന് വേണ്ടിയുള്ള മെഡിസിൻസ് ഒന്നും സാധാരണ പ്രൊവൈഡ് ചെയ്യാറില്ല. ഇപ്പോൾ ലോങ് അവേഴ്സുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഗ്യാസ് വരാതിരിക്കാനായിട്ടുള്ള മെഡിസിൻസ് കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ എപ്പോഴും കയ്യിലുണ്ടാവുന്നത് പെയിൻ കില്ലേഴ്സ്, അത് അറിയാമല്ലോ. പിന്നെ മറ്റൊരു മെഡിസിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം രീതി വ്യത്യാസം വരുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കയ്യിൽ അതിന് വേണ്ടിയുള്ള മെഡിസിൻ വയ്ക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെവിടെ പോയാലും പിക്ക് പോക്കറ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കുക. അപ്പോൾ നമ്മൾ ചില സമയത്ത് വിചാരിക്കുമോ എൻ്റെ ബാഗ് ലോക്ക്ഡ് ആണെന്ന്, പക്ഷെ അവർക്ക് വന്ന് കട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ പിക്ക് പോക്കറ്റിന് വരുമ്പോൾ മിക്കവാറും കീറിയ ഉടുപ്പൊക്കെ ഇട്ടൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. പക്ഷെ അല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ഹാറ്റൊക്കെ വെച്ച് ഒരു മാപ്പൊക്കെ കൊണ്ട് നടന്ന ഒരു കയ്യിൽ ക്യാമറയൊക്കെ വെച്ചിട്ടൊക്കെ വരിക. സോ യു ക്യാൻ മിങ്കിൾ വെരി ഈസിലി വിത്ത് ദ ടൂറിസ്റ്റ്, റൈറ്റ്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എവിടെയാണെങ്കിലും ബി അവെയർ ഓഫ് പിക്ക് പോക്കറ്റ്സ്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അത് അഡ്വഞ്ചറസ് ആണ്, ഫണ്ണാണ്. പക്ഷേ എന്നാൽ പോലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, എല്ലാ സീസണും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഷൂസ് ഉണ്ടായിരിക്കണം. അറിയാലോ, ട്രാവലിന് എപ്പോഴും വാക്കിംഗ് ഇൻവോൾവ് ആണ്. അപ്പോഴെപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് നമ്മളോടൊപ്പം, എല്ലാ സീസണും പറ്റിയത്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലെതർ ഷൂസ് ഇട്ടിട്ട് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, റെയിനിങ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് എനി ടൈം. അപ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാ സീസണും പറ്റിയ ഒരു പെയർ ഷൂസ്, കംഫർട്ടബിൾ ഷൂസ് നമ്മൾ ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും തന്നെ ഒരു പെയർ ഹെഡ്സെറ്റ്സും ഒരു ബ്ലാക്ക് ഇങ്ക്ഡ് പെന്നും ഉണ്ടാവണം. കാരണം നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്യൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ബ്ലാക്ക് ഇങ്ക്ഡ് പെന്നാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ യു ടേക്ക് എ ബ്ലാക്ക് ഇങ്ക്ഡ് പെൻ. ഇത് മഞ്ഞ പേനെ അതിൻ്റെ ഉടുപ്പിന് സ്യൂട്ട് ചെയ്ത് ഞാൻ വെച്ചേട്ടോ, ഇത് ബ്ലാക്കാണ്. ഓക്കെ. പിന്നെ ഹെഡ്സെറ്റ്സ്. നമ്മളൊരു മ്യൂസിയത്തിലൊക്കെ പോയി ഒരു ഓഡിയോ ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണം 2-3 മണിക്കൂർ. അത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. നമ്മളൊരു ഗൈഡഡ് ടൂർ എടുത്താലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ടൈം യൂസ് ഹെഡ്സെറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നല്ലതായിരിക്കണമെന്നില്ല. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കതൊന്നും ശരിക്കും കേൾക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് യുവർ ഓൺ headset which is comfortable, which can be comfortable for you. പിന്നെ മറ്റ് 2 കാര്യങ്ങൾ, നമ്മൾ ട്രാവലിംഗ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ
ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെ ലോക്കൽ ഭക്ഷണം ട്രൈ ചെയ്യണം. കാരണം നമ്മൾ അതിൻ്റെ കൾച്ചർ പഠിക്കുകയായിരുന്നു, നമ്മൾ അവിടുത്തെ കൾച്ചർ പഠിക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ എപ്പോഴും ഈ ട്രൈ ദെയർ ലോക്കൽ ഫുഡ്. പിന്നെ നമ്മളുടെ പ്രോഗ്രാം എൻ്റെ സമയത്തൊഴികെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമെങ്കിൽ ടേക്ക് എൻ ഈവനിങ് വാക്ക്. ഫ്രീ ടൈം കിട്ടും, എനി ടൈം, പ്രിഫറബിളി ഇൻ ദി ഈവനിങ്. എപ്പോഴെങ്കിലും നമ്മളൊരു ജസ്റ്റ് എ കംഫർട്ടബിൾ വാക്ക് നടത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് ആ ലോക്കൽ എക്സ്പീരിയൻസും കൂടെ കിട്ടും. ലോക്കൽ ഭക്ഷണവും ടേസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ ലോക്കൽ എക്സ്പീരിയൻസും കൂടെ കിട്ടും. കാരണം നമ്മളൊരു ടാക്സി എടുത്തു കഴിഞ്ഞിട്ട് ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലോട്ട് പോകുമ്പോൾ ആ ലോക്കൽ എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ടേക്ക് സം ടൈം ഫോർ ജസ്റ്റ് എൻ ഈസി വാക്ക്, റൈറ്റ്? ഓക്കെ. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ട്രാവൽ പ്ലാൻ സ്കെഡ്യൂൾ ചെയ്യുക. സാധാരണ ട്രാവൽ ഏജൻസികളാണ് നമുക്ക് ട്രാവലിംഗ് ചെയ്യുന്നത്, അതിൻ്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ഒരു ട്രാവൽ പ്ലാൻ നമുക്ക് തരും. അതിനോടൊപ്പം തന്നെ കയ്യിലൊരു ലോക്കൽ മാപ്പും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ്, അതിൻ്റെ ടൈം നമുക്ക് ഈസി ടൈം, നമുക്ക് ടൈം സേവിങ് ചെയ്യാം, എവിടെയാണ് എക്സാക്ട്ലി നമ്മളെന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ സമയത്ത് എപ്പോഴും ഒരു ഈസി ആയിട്ടുള്ള ഒരു ട്രാവൽ പ്ലാൻ തയ്യാറാക്കുക. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? നമ്മളുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് മാറാൻ വേണ്ടിയല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ വെക്കേഷൻ സമയത്ത് നമ്മൾ ബിസി സ്കെഡ്യൂൾ എടുക്കാതിരിക്കുക. നൈസ് ആൻഡ് കോസി ഈസി ആയിട്ടുള്ള സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ ഒരുപാട് യൂസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എല്ലാ കൺട്രികളും ഇത് റിക്വയർ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമായിട്ടൊരു വെക്കേഷന് പോയി. ഒരു ക്രൂസ് ഷിപ്പിലായിരുന്നു. 3-ാം ദിവസം എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിട്ട്, അപ്പൻഡിസൈറ്റിസ് ആയിട്ട് ഞങ്ങൾ 3-ാം ദിവസം ഷിപ്പിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പോയത് ഒരു ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. അതിന് ഒരുപാട് പൈസ നമ്മൾ പെട്ടെന്ന് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം ഒക്കെ ചെയ്യുന്നു. എമർജൻസി ഓപ്പറേഷൻ ആയതുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് പൈസ അവിടെ ചിലവായി. പക്ഷെ ഒരു മാസത്തിന് ശേഷം നമ്മൾ വീട്ടിലൊക്കെ എത്തി, എല്ലാം കംഫർട്ടബിളൊക്കെ ആയി. ഒരു മാസത്തിന് ശേഷം നമ്മൾ എന്തോരം പൈസ അവിടെ സ്പെൻഡ് ചെയ്തു, ആ പൈസ മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടി. അത് ട്രാവൽ ഇൻഷുറൻസ് നമ്മളത് എപ്പോഴും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ ട്രാവൽ ഇൻഷുറൻസ് ഓൾവേസ്. ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും അധികം ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവസാനത്തെ ടിപ്പ്, ഇതെൻ്റെ സ്വന്തം ടിപ്പായിട്ടോ. Make sure pack your crazy husband or your crazy wife or your crazy boyfriend or your crazy partner or your crazy friends. That will make your traveling very easy, nice and comfortable and with lots of fun. Just kidding. ഇത് എൻ്റെ സ്വന്തം ടിപ്പായിട്ടോ. Anyway, winding up. So have a safe trip. Enjoy. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഷെയർ, ലൈക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.